പാലക്കാട് അട്ടപ്പാടിയിൽ ജനവാസ മേഖലകളിൽ നിലയുറപ്പിച്ച കാട്ടാന. കഞ്ചിക്കോട് പഴറ്റുകാട് ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടമെത്തി. പ്രദേശത്ത് നിലയുറപ്പിച്ച 5 കാട്ടാനകളെ വനം വകുപ്പ് എത്തി കാട്ടിലേക്ക് തുരത്തി. കണ്ടിയൂരിനും ജെല്ലിപ്പാറയ്ക്കും ഇടയിലും കാട്ടാന നിലയുറപ്പിച്ചു. രാവിലെ മുതൽ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടാനയെ ആറാട്ടിയും നാട്ടുകാരും ചേർന്ന് തുരത്താൻ ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്, ജനവാസ മേഖലയിലേക്കാണ് ഇത്രയധികം കാട്ടാനകൾ എത്തുന്നത്. നിലവിൽ അവിടുത്തെ സ്ഥിതി എന്താണ്? തുരത്താനുള്ള ശ്രമങ്ങൾ എവിടം വരെയായി? അട്ടപ്പാടി ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ കാട്ടാന എത്തുന്നത് സ്ഥിരമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ വലിയ തരത്തിലുള്ള ദുരിതത്തിലാണ് അനുഭവിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് നമുക്കറിയാം, അവിടെ നിന്ന് ഒരാൾ ജീവൻ നഷ്ടപ്പെടുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിയൂരിനും ഇടയ്ക്കുള്ള മേഖലയിലാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം എത്തിയും നിലയുറപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ഇത്തരത്തിൽ കാട്ടാനെ തുരത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് അട്ടപ്പാടിയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നത് കഞ്ചിക്കോടുള്ള മേഖലയിൽ കാട്ടാന ഇറങ്ങിയതാണ്. കഞ്ചിക്കോട് ജനവാസ മേഖലയിലും ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. അവിടെയും ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുകയും കൂട്ടത്തോടെ എത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഇത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ 5 കാട്ടാനകൾ അവിടെ എത്തി നിലയുറപ്പിച്ചത്. ഈ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ ഈ കാട്ടാനയെ വനം വകുപ്പ് ഈ കൂട്ടം കാട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും ഉൾപ്പെടെയാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് കയറ്റാൻ കഴിഞ്ഞത്. അതേസമയം അട്ടപ്പാടിയിലെ കാട്ടാനയെ തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് വിവിധ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഇരിക്കുകയാണ്. അവരെ തുരത്താനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.